ഇവിടെ വളരെ ദുഃഖകരമായ സംഭവമാണ് നടന്നത്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ദിവസമായി ഈ വിവരം കിട്ടിയ നിമിഷം മുതൽ ഡോക്ടറും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ ഫുൾ ടീമും പഞ്ചായത്തും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഒരു സഹോദരിക്ക് ഇത്രയും ഒരു അപകടകരമായ അസുഖം ഇവിടെ എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പട്ടാഴിയിൽ വേറെ എവിടെയും ഇത് ഉണ്ടായിട്ടില്ല. പത്തനാപുരം നിയമമണ്ഡലത്തിൽ തന്നെ ഇത് ഈ അടുത്ത കാലത്ത് മൂന്നാമത്തെ സംഭവമാണ്. പക്ഷേ മരണം സംഭവിച്ചില്ല എന്നുള്ളത് അവിടെയൊക്കെ നമുക്കൊരു ഇതായിരുന്നു, ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ എല്ലാ ചികിത്സയും നൽകി. മന്ത്രി തന്നെ ആരോഗ്യമന്ത്രിയെ നേരിട്ട് പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴേ നമ്മുടെ വെള്ളവും ഇവിടെ അടുത്ത് സഹകരിച്ച എല്ലാവരുടെയും സാമ്പിൾ പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് വരും. അതൊന്ന് വേഗത്തിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യമന്ത്രിയോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചിരുന്നു കുറച്ച് മുമ്പേ. അപ്പോൾ എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അസുഖം കേരളത്തിൽ പല ഭാഗത്തും കാണുന്നത് കൊണ്ട് എല്ലാ പരിശോധനയും നമ്മളെ ലാബിൽ വന്നേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്തെ ലാബിലേക്ക് വരണം. അപ്പോൾ ധാരാളം സ്ഥലത്ത് നിന്ന് വെള്ളവും അതുപോലെ ഹ്യൂമൻ സാമ്പിളും വരുന്നുണ്ട്. അപ്പോൾ അതിന് ആദ്യം മനുഷ്യൻ്റെ സാമ്പിളിനാണ് പ്രാധാന്യം കൊടുക്കുന്ന പരിശോധന. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഒരു അടുത്തിടപെട്ട എല്ലാവരുടെയും പരിശോധന റിസൾട്ട് വരും. ആദ്യം വെള്ളത്തിൻ്റെ റിസൾട്ടും സമാന്തരമായി നോക്കുന്നുണ്ട്. ഇത് പരിശോധിച്ച് എത്രയും വേഗം റിസൾട്ട് എത്തും. ആശങ്കപ്പെടാനില്ല. കാരണം ഇവിടെ മറ്റ് വീട്ടിലുള്ളവർക്കൊന്നും ഇതിൻ്റെ ലക്ഷണങ്ങളോ പനിയോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇപ്പോൾ. അപ്പോൾ വെള്ളത്തിൽ ഈ അമ്മയോടൊപ്പം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയിരുന്നപ്പോൾ അവിടുന്ന് വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഭർത്താവ്, മകൻ, അമ്മ മറ്റെല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തലൂർ പഞ്ചായത്തിൽ ഒരു കുഞ്ഞിന് ഇതുപോലെ വന്നിരുന്നു. 28 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു, കോമയിലായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ കഴിഞ്ഞു വന്നൊരു ആശ്വാസം അന്ന് ഉണ്ടായി. കാരണം അത് കുളത്തിലേക്ക് എടുത്ത് ചാടി. ഒരു കുളത്തിൽ മാലിന്യമായ ജലം ഉണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് കുട്ടികൾ തള്ളിയിട്ടതാണ്. അങ്ങനെ വന്നതാണ്. ഇവിടെ അങ്ങനെ ഇപ്പോൾ നമ്മളെ വിട്ടുപോയ സഹോദരി അങ്ങനെ കുളത്തിലൊന്നും ഇറങ്ങുന്ന, തോട്ടിൽ കുളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ ആശങ്കപ്പെടാൻ പ്രത്യേകിച്ച് ആരും തന്നെ ഒരു രോഗലക്ഷണമോ പനിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോക്ടർ PHCയിൽ നിന്നും റാണി ഡോക്ടർ വളരെ കറക്റ്റായിട്ട് ഒരു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും നന്നായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ വാർഡിലും മറ്റു വാർഡുകളിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടാനില്ല. ഈ പക്ഷേ ഇതിനെ എങ്ങനെയാണ് ഇത് വന്നതെന്നൊന്ന് ട്രേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിൽക്കുന്നത്. നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്ത് നൽകി. നമ്മൾ സ്കൂളിലൊക്കെ ബോധവൽക്കരണം പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പും പോലീസും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണർന്നു തന്നെ പ്രവർത്തിച്ചു. പക്ഷേ ഇത് ദൗർഭാഗ്യവശാൽ ഇത് എവിടുന്ന് വന്നു നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സഹോദരിക്ക് മാത്രമേ ഈ ലക്ഷണങ്ങൾ കാണുന്നുള്ളൂ. അത് ഇത്രയും ഒരു ദുഃഖകരമായ ഒരു അനുഭവമായി മാറിയതിൽ വളരെ ദുഃഖമുണ്ട്. ഉടനെ തന്നെ വെള്ളത്തിന്റെ റിസൾട്ട് അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആശങ്ക വേണ്ട. ആരോഗ്യവകുപ്പും ഈ പറഞ്ഞ പഞ്ചായത്തും എല്ലാം വളരെ ശുഷ്കാന്തിയോട്, പ്രത്യേകിച്ച് ഈ വാർഡിലെ മെമ്പർ തന്നെ വളരെ ശുഷ്കാന്തിയോടുകൂടി രാവും പകലും ഈ വിഷയത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും കൊടുത്താണ് കൂടെ നിന്നത്. എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ആളുകൾ അവിടെ സ്ഥിരമായി അവരോടൊപ്പം എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. കൂടെ പോയവർക്കെല്ലാം സഹായങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വിധിയാണ് ഓരോന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ പലരെയും രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മൾ 2-3 പേരുമായി ഇതേ അസുഖം 2 പേർക്കോളം വന്നു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളിനും ഉണ്ടായിരുന്നു ഇതേ അസുഖം. പക്ഷേ അത്ഭുതകരമായി 24 ദിവസത്തെ കോമയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇത് വളരെ അപകടകരമായ അസുഖമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അഴുക്കുവെള്ളത്തിലും ഒരു വെള്ളത്തിലും തൽക്കാലം ഇറങ്ങാതിരിക്കുക. ശുദ്ധീകരിച്ച വെള്ളം പൈപ്പിലൂടെ വരുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം നമ്മൾ കഴിഞ്ഞ തവണയും പരിശോധിച്ചാണ്. വളരെ പ്യൂറാണെന്ന് ബാംഗ്ലൂരിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. തലവൂരിൽ വന്നപ്പോൾ നമ്മൾ ചണ്ഡീഗറിൽ അയച്ച് പരിശോധിച്ച റിസൾട്ട് നമ്മളുണ്ട്. നല്ല വെള്ളമാണ്, ശുദ്ധീകരിച്ച വെള്ളമാണ് പൈപ്പിലൂടെ വരുന്നത്. അത് മാത്രം ഉപയോഗിക്കുക. മറ്റ് കിണറ്റിലെയും തോട്ടിലൊന്നും വെള്ളങ്ങൾ തുണി കഴുകാനൊന്നും തോട്ടിലൊന്നും പോകരുത്. ഇതെല്ലാം പഞ്ചായത്ത് ആരോഗ്യവകുപ്പും ഈ പഞ്ചായത്ത് മുഴുവൻ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പട്ടാഴിയിൽ ഈ അസുഖം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളാരും തന്നെ തോട്ടിലോ കുളത്തിലോ ഒന്നും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഞാൻ വീഡിയോയിൽ പട്ടാഴി വെച്ച് തന്നെ കൊടുത്തിരുന്നു. പട്ടാഴി വടക്കേക്കരയിലും ഇതേ എല്ലാവർക്കും ആ നിർദ്ദേശം കൊടുത്തിരുന്നു. ഞങ്ങളെല്ലാവരും പഞ്ചായത്തിൽ നിന്ന് വളരെ നല്ല ബോധവൽക്കരണം, വളരെ നല്ല എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചതിൽ ദിവസമാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് മൊത്തത്തിൽ 60ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു വീട്ടമ്മ വന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ അറിയുന്നത് 29-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ കേസ് അറിയുന്നത്. അപ്പോൾ അതിനൊരു സത്യം പറഞ്ഞാൽ ഈ അണു നമ്മുടെ ശരീരത്തിൽ കയറി 2 ആഴ്ച മുന്നേ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ 2 ആഴ്ച മുമ്പുള്ളൊരു കേസ് ഹിസ്റ്ററി എടുത്തപ്പോൾ ഇവരുടെ അമ്മ ക്യാൻസർ രോഗിയായിട്ട് പലർക്കും
ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് RCCയിലും ട്രിവാൻഡ്രത്തും. പിന്നെ ഈ അങ്ങനെ കുളത്തിലൊന്നും തോട്ടിലൊന്നും ഇറങ്ങുന്ന ഒരു വീട്ടമ്മയല്ല. അപ്പോൾ നമ്മളെന്തായാലും അവിടുത്തെ വെള്ളവും കിണറ്റിലെ വെള്ളവും ടാപ്പിലെ വെള്ളവും ഒക്കെ നമ്മൾ പരിശോധിക്കാനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാവരും, വാർഡ് മെമ്പർ പ്രത്യേകിച്ചും, ഇന്നലെ രാത്രിയും 12:30 എന്നെ വിളിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭാഗ്യം, നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ മിനിസ്റ്ററുടെ ഓഫീസിലാണെങ്കിൽ ഇത് അഡ്മിറ്റായ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും എല്ലാം വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന അജിത്തും അദ്ദേഹമൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ സൂപ്രണ്ടിനെ വിളിക്കുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും ആ മകനുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഒരു ബഹുമാനത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ബ്രെയിൻ ഈറ്റിംഗ് ആണ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഗ്ലൂക്കോൺ എല്ലാം കൊടുക്കും. പക്ഷേ അവസാനമൊക്കെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും 5 മിനിറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ദൈവത്തിന് അത്ഭുതം സംഭവിക്കാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എന്നാലും നമ്മളാൽ കഴിയുന്ന വിധം ഈ ഒരു വാർഡ് മുഴുവൻ യുദ്ധകാലം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.